അനുഗ്രഹീതമായ ഈ കർത്തൃദിവസത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. കർത്തൃദിന ധ്യാന ചിന്തയിലേക്ക് സ്വാഗതം. നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിൻ്റെ ക്രൂശീകരണവും അവൻ്റെ മഹത്വവും ഓർക്കുവാൻ തക്കവണ്ണം എൻ്റെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കൊണ്ടുവന്ന ഒരു വേദഭാഗം ഞാൻ വായിക്കട്ടെ. സങ്കീർത്തനം 130 3-ാമത്തെ വാക്യം. യഹോവേ, നീ അകൃത്യങ്ങളെ ഓർമ്മ വെച്ചാൽ കർത്താവേ, ആര് നിലനിൽക്കും? നീ അകൃത്യങ്ങളെ ഓർമ്മ വെച്ചാൽ. 130-ാം സങ്കീർത്തനത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ദൈവത്തിൻ്റെ വീണ്ടെടുപ്പിലുള്ള പ്രത്യാശ വെളിപ്പെടുത്തുന്ന ഒരു സങ്കീർത്തനമാണ് ഇത്. ആരെഴുതിയതാണ് എന്ന് പ്രത്യേകം പരാമർശിച്ചിട്ടില്ലെങ്കിലും ദാവീദിന്റെ സങ്കീർത്തനമാണ് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ദാവീദ് തൻ്റെ പാപങ്ങളെ കുറിച്ച് ഓർത്ത് ഭയത്തോടെ ദൈവം കരുണ കാണിക്കുവാൻ ദൈവത്തോട് യാചിക്കുന്ന മറ്റ് സങ്കീർത്തനങ്ങളുമുണ്ട്. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, യഹോവേ, ആഴത്തിൽ നിന്ന് ഞാൻ നിന്നോട് നിലവിളിക്കുന്നു. കർത്താവേ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. നിന്റെ ചെവി എൻ്റെ യാചനകൾക്ക് ശ്രദ്ധിച്ചിരിക്കണമേ. ഇവിടെ മാനസികമായി തൻ്റെ പാപത്തെക്കുറിച്ചുള്ള ബോധം കൊണ്ട് ആകുലതപ്പെട്ട് നിരാശയുടെ നീർച്ചുഴിയിൽപ്പെട്ട് വല്ലാതെ പരിതപിക്കുന്ന ഒരു ദൈവദാസൻ ആഴത്തിൽ നിന്ന് നിലവിളിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ നിരാശയുടെ ആഴം എത്ര വലുതാണ് എന്ന് പരാമർശിക്കുകയാണ്. ദാവീദ് തൻ്റെ പാപങ്ങളെ കുറിച്ച് ഓർത്തപ്പോൾ തീർച്ചയായും ഭാരപ്പെട്ടിട്ടുണ്ട്, പാപത്തെക്കുറിച്ച് കുറ്റബോധം വന്നിട്ടുണ്ട്. എന്നാൽ ഇങ്ങനെ അകൃത്യങ്ങളെ കുറിച്ചുള്ള ആ വലിയ ബോധം മനസ്സിലുണ്ടാകുമ്പോൾ, പാപബോധവും പാപഭാരവും പേറുമ്പോൾ എങ്ങനെ ദൈവത്തിന്റെ അടുക്കലേക്ക് ചെല്ലുവാൻ കഴിയും? ന്യായപ്രമാണം അനുസരിച്ച് ഒരുവൻ പാപം ചെയ്താൽ അവന്റെ പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടി അവൻ പാപയാഗം കഴിക്കേണ്ടതായിട്ടുണ്ട്. പാപയാഗം മൃഗവുമായിട്ട് ദൈവസന്നിധിയിലേക്ക് വരേണ്ടതായിട്ടുണ്ട്. എന്നാൽ 130-ാം സങ്കീർത്തനം ദൈവത്തിന്റെ സന്നിധിയിൽ വിശ്വാസത്തോടെ അടുത്തു വരുമ്പോൾ ദൈവം നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുന്നവനാണ് എന്നുള്ള വലിയ ഒരു സത്യം വെളിപ്പെടുത്തുന്ന ഒരു വേദഭാഗമാണ്. അതുകൊണ്ട് 3-ാം വാക്യത്തിൽ നാം കാണുന്നത്, യഹോവേ, നീ അകൃത്യങ്ങളെ ഓർമ്മ വെച്ചാൽ ആർ നിന്റെ മുമ്പാകെ നിൽക്കും? ആര് നിലനിൽക്കും? ദൈവം അകൃത്യങ്ങളെ ഓർമ്മ വയ്ക്കുമ്പോൾ, അകൃത്യത്തിന് തക്കവണ്ണം ശിക്ഷ വിധിക്കുമ്പോൾ നീതിമാനായ ദൈവത്തിന് മുമ്പാകെ ആർക്കും നിൽക്കുവാനായിട്ട് കഴിയുകയില്ല. അതുകൊണ്ടാണ് 4-ാം വാക്യത്തിൽ പറയുന്നത്, എങ്കിലും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ പക്കൽ വിമോചനം ഉണ്ട്. അവിടെ നാം കാണുന്നത്, ബട്ട് there is forgiveness with you that you may be feared. നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ പക്കൽ വിമോചനമുണ്ട്, forgiveness ഉണ്ട്. പാപത്തിന്റെ മോചനം, പാപം ക്ഷമിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ ദൈവം. അപ്പോൾ ദൈവത്തെ ഭയപ്പെടുവാൻ തക്കവണ്ണം ദൈവം നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ചു തരുന്നു. നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ പക്കൽ വിമോചനമുണ്ട്. നീ പാപങ്ങളെ ക്ഷമിക്കുന്നവനാണ് എന്ന് സങ്കീർത്തനക്കാരൻ പറയുകയാണ്. അതെ, വലിയവനായ ദൈവം, മഹാദയയും വിശ്വസ്തതയുമുള്ള, നമ്മോട് മഹാകരുണയുള്ള ദൈവം, നാം പൊടിയെന്ന് ഓർക്കുന്ന ദൈവം, നമ്മുടെ ബലഹീനതകൾ അറിയുന്ന ദൈവം നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുന്നവനാണ്. അതുകൊണ്ട് പാപക്ഷമ കിട്ടുവാൻ ദൈവത്തിന്റെ അടുക്കലേക്ക് പോകുക മാത്രമേ വഴിയുള്ളൂ. ഈ ലോകത്തിൽ മറ്റെങ്ങും നമ്മുടെ പാപത്തിന് മോചനമില്ല. പാപത്തിന്റെ മോചനം ദൈവത്തിന്റെ പക്കൽ മാത്രമാണുള്ളത്. പാപത്തിന്റെ വിമോചനം നിന്റെ പക്കലുണ്ട് എന്ന് ദൈവത്തിന്റെ ദാസൻ ദൈവത്തോട് പറയുകയാണ്. അതുകൊണ്ട് യഹോവയായ ദൈവം
പാപം ക്ഷമിക്കുന്നവനാണ്. 5 മുതലുള്ള വാക്യത്തിലേക്ക് നാം വരുമ്പോൾ കാണുന്നത്, ഞാൻ യഹോവയ്ക്കായി കാത്തിരിക്കുന്നു, എൻ്റെ ഉള്ളം കാത്തിരിക്കുന്നു, അവന്റെ വചനത്തിൽ ഞാൻ പ്രത്യാശ വച്ചിരിക്കുന്നു. ഉഷസ്സിനായി കാത്തിരിക്കുന്നവരെക്കാൾ എൻ്റെ ഉള്ളം യഹോവയ്ക്കായി കാത്തിരിക്കുന്നു. ഇവിടെ കാത്തിരിക്കുന്നു എന്ന് 5 പ്രാവശ്യം ആവർത്തിച്ചു പറഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ വിമോചനത്തിനു വേണ്ടി, പാപക്ഷമയ്ക്കു വേണ്ടി, ദൈവത്തിന്റെ വീണ്ടെടുപ്പിനു വേണ്ടി കാത്തിരിക്കുന്ന ഒരു ദൈവദാസനെ നമുക്ക് കാണുവാൻ കഴിയും. എന്താണ് അതിന്റെ കാരണം? ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അടുത്തു ചെല്ലണമെങ്കിൽ പാപത്തിന്റെ മോചനം വന്നവർക്ക് മാത്രമേ കഴിയുകയുള്ളൂ. പാപക്ഷമ പ്രാപിക്കാതെ ദൈവത്തിന്റെ മുമ്പാകെ ആർക്കും നിൽക്കുവാൻ കഴിയുകയില്ല. ദൈവം കോപിച്ചാൽ, നമ്മുടെ പാപത്തിന് തക്കവണ്ണം ശിക്ഷ തന്നാൽ നാം ദഹിച്ചു പോകും എന്നുള്ള ആ വലിയ ദൈവഭയമാണ് അതിന് കാരണം. ഇവിടെ ദൈവത്തിന്റെ ദാസൻ പറയുകയാണ്, നിന്റെ വചനം, അതിലാണ് എൻ്റെ പ്രത്യാശ. അവന്റെ വചനത്തിൽ ഞാൻ പ്രത്യാശ വച്ചിരിക്കുന്നു. ദൈവത്തിന്റെ വചനം നമ്മളെ കഴുകി ശുദ്ധീകരിക്കുന്നതാണ്. ദൈവത്തിന്റെ വചനം നമ്മുടെ ശുദ്ധീകരണത്തിനായിട്ടുള്ളതാണ്. അതുകൊണ്ട് പാപത്തിന്റെ ക്ഷമ നമുക്ക് ലഭിക്കുവാനായിട്ട് ദൈവത്തിന്റെ വചനത്താൽ തളിക്കപ്പെട്ട്, ദൈവത്തിന്റെ വചനത്താൽ കഴുകപ്പെട്ട് ഒരു ശുദ്ധീകരണം നമുക്ക് പ്രാപിക്കുവാൻ കഴിയും. ദൈവവചനത്തിന്റെ കേൾവി, ദൈവവചനത്തിലുള്ള വിശ്വാസം നമുക്ക് പാപത്തിന് ഒരു പരിഹാരം കൊണ്ടുവരുന്നതാണ് എന്നുള്ളത് കാണിക്കുന്നു. നമ്മുടെ പാപത്തിന് പരിഹാരം കൊണ്ടുവന്നത് എന്താണ്? നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തത്താലാണ് നാം ശുദ്ധീകരിക്കപ്പെട്ടത്. കർത്താവായ യേശുക്രിസ്തുവിന്റെ മരണമാണ് നമ്മുടെ പാപത്തിന് വിമോചനം വരുത്തിയത്. കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശിലെ പരമയാഗമാണ് നമ്മുടെ പാപങ്ങളെ മോചിക്കുന്നത്. അത് നമുക്ക് മനസ്സിലാക്കി തരുന്നത് ദൈവത്തിന്റെ വചനമാണ്. അതുകൊണ്ട് വിശ്വാസം കേൾവിയാലാണ് വരുന്നത്. അത് ദൈവത്തിന്റെ വചനത്താലാണ് വരുന്നത്. ദൈവത്തിന്റെ വചനത്തിൽ വിശ്വസിക്കുമ്പോഴാണ് നമുക്ക് പാപമോചനം ഉണ്ടാകുന്നത്, കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം. അതുകൊണ്ട് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്, ഹോപ്പ് ഇൻ ദ ലോർഡ്, യഹോവയിൽ പ്രത്യാശ വയ്ക്കുക. ദൈവത്തിന്റെ വചനം, അതിൽ പ്രത്യാശ വയ്ക്കണം. അതെ, യഹോവയിൽ പ്രത്യാശ വയ്ക്കണം എന്ന് കാണുന്നു. 7-ാം വാക്യം, ഇസ്രായേലേ യഹോവയിൽ പ്രത്യാശ വെച്ചുകൊള്ളുക. 5-ാം വാക്യത്തിൽ അവന്റെ വചനത്തിൽ ഞാൻ പ്രത്യാശ വെച്ചിരിക്കുന്നു എന്ന് പറയുന്ന സങ്കീർത്തനക്കാരൻ 7-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുകയാണ്, യഹോവയിൽ പ്രത്യാശ വെച്ചുകൊള്ളുക. എന്തുകൊണ്ടാണ് യഹോവയിൽ പ്രത്യാശ വയ്ക്കേണ്ടത്? അതിനൊരു കാരണമുണ്ട്. അവിടെ നാം കാണുകയാണ്, യഹോവയ്ക്ക് കൃപയും അവന്റെ പക്കൽ ധാരാളം വീണ്ടെടുപ്പും ഉണ്ട്. ഇംഗ്ലീഷിൽ നാം വായിക്കുന്നത്, ഫോർ വിത്ത് ദ ലോർഡ് there is loving kindness. യഹോവയ്ക്ക് കൃപയുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്ന ആ വാക്ക് ഇംഗ്ലീഷിൽ കാണുന്നത് ലവിങ് കൈൻഡ്നസ് എന്നാണ്. യഹോവ സ്നേഹമുള്ള, ദയയുള്ള ദൈവമാണ്. അതുകൊണ്ടാണ് അവന്റെ പക്കൽ പാപത്തിന് വിമോചനമുള്ളത്. യഹോവ നമ്മളോട് കരുണ കാണിക്കുന്നതിന്റെ കാരണം, അവന്റെ കൃപയാൽ നമ്മുടെ പാപങ്ങൾ മോചിച്ചു തരുന്നതിന്റെ കാരണം, ദൈവം ദീർഘക്ഷമയുള്ളവനാണ്, മഹാദയുള്ളവനാണ്, അവൻ വിശ്വസ്തതയുള്ള ദൈവമാണ്, അവൻ കൃപയുള്ള ദൈവമാണ്. സ്നേഹവും വിശ്വസ്തതയും അവന്റെ പക്കൽ ഉണ്ട്. അതുകൊണ്ട് അവൻ നമ്മളോട് ദയ കാണിക്കും. അതുകൊണ്ട് ദൈവം കൃപയുള്ളവനാണ്. തന്നെയുമല്ല, അവന്റെ പക്കൽ ധാരാളം വീണ്ടെടുപ്പുണ്ട്. ദൈവം നമ്മളെ വീണ്ടെടുക്കുന്നവനാണ്. അവിടെ ഇംഗ്ലീഷിൽ വായിക്കുന്നത്, വിത്ത് ഹിം ഈസ് അബണ്ടന്റ് റിഡംഷൻ. അതെ, ധാരാളമായ വീണ്ടെടുപ്പ്. തന്റെ ജനമായ ഇസ്രായേലിനെ ഫറവോന്റെ അടിമത്വത്തിൽ നിന്നും, ഈജിപ്തിൽ നിന്നും ദൈവം വീണ്ടെടുത്തപ്പോൾ പെസഹ കുഞ്ഞാടിന്റെ രക്തത്താൽ ആണ് അവരെ വീണ്ടെടുത്തത്. അവർക്ക് പാപമോചനം കൊടുത്ത് അവരെ വിടുവിച്ച് ദൈവം കരുണ കാണിച്ച് നടത്തുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ആ ദൈവം, അവന്റെ പക്കൽ ധാരാളം വിമോചനമുണ്ട്. ദിസ് റിഡംഷൻ ഈസ് കോസ്റ്റ്ലി. അതെ, ഈ വീണ്ടെടുപ്പ് വിലയേറിയതാണ്. മനുഷ്യന്റെ ആ പ്രാണന്റെ വീണ്ടെടുപ്പ്, അവന്റെ ആത്മാവിന്റെ വീണ്ടെടുപ്പ് വിലയേറിയത് എന്ന് നാം സങ്കീർത്തനത്തിൽ വായിക്കുന്നു.
അതെ, സ്വർഗത്തിലെ ദൈവം നിങ്ങളുടെയും എന്റെയും വീണ്ടെടുപ്പ് നടത്തിയത് തന്റെ വിലയേറിയ പുത്രന്റെ വിലയേറിയ രക്തത്താലാണ്. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ദാറ്റ് ബ്ലഡ് ഈസ് സോ പ്രഷ്യസ്. അവന്റെ രക്തം വളരെ വിലയേറിയതാണ്. അവൻ തന്റെ വിലയേറിയ രക്തം ചിന്തി നമ്മെ വീണ്ടെടുത്തു. അതുകൊണ്ട് നാം 8-ാം വാക്യത്തിൽ കാണുകയാണ്, അവൻ ഇസ്രായേലിനെ അവന്റെ അകൃത്യങ്ങളിൽ നിന്നൊക്കെയും വീണ്ടെടുക്കും. ഇസ്രായേലിനെ അവരുടെ അകൃത്യങ്ങളിൽ നിന്ന് വീണ്ടെടുക്കുന്ന ദൈവമാണ് അവൻ. അതെ, ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു പ്രത്യാശയുണ്ട്. 1000 ആണ്ട് വാഴ്ചയ്ക്ക് വേണ്ടി അവരുടെ മശിക വരുമ്പോൾ അതിന് തൊട്ടു മുമ്പായി അവരുടെ സകല പാപങ്ങളും മോചിച്ചു കൊടുത്ത് അവരുടെ അകൃത്യങ്ങളൊക്കെ ക്ഷമിച്ച് അവർക്ക് ആ വീണ്ടെടുപ്പ് നൽകി അവരെ 1000 ആണ്ടിലേക്ക് പ്രവേശിപ്പിക്കുന്ന അവരുടെ മെസ്സിഹ, അത് അവരുടെ പ്രതീക്ഷയാണ്, അവരുടെ പ്രത്യാശയാണ്. എന്നാൽ കർത്താവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട് ദൈവമക്കളായി തീർന്ന നമുക്ക് എത്രയോ വലിയ പ്രത്യാശയാണുള്ളത്. നമ്മൾ കാണുന്നത് പോലെ നമ്മുടെ അകൃത്യങ്ങളിൽ നിന്നൊക്കെയും നമ്മളെ വീണ്ടെടുത്ത ദൈവം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായത്തിന്റെ 25-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്, എന്റെ നിമിത്തം ഞാൻ തന്നെ നിന്റെ അതിക്രമങ്ങളെ മായ്ച്ചു കളയുന്നു. എന്റെ നിമിത്തം ഞാൻ തന്നെ നിന്റെ അതിക്രമങ്ങളെ മായ്ച്ചു കളയുന്നു, നിന്റെ പാപങ്ങളെ ഞാൻ ഓർക്കുകയുമില്ല. അതെ, നമ്മുടെ അകൃത്യങ്ങളെ മായ്ച്ചു കളയുന്ന ദൈവം, നമ്മുടെ പാപങ്ങളെ എന്നേക്കും തന്റെ പിന്നിൽ എറിഞ്ഞു കളയുന്ന, സമുദ്രത്തിന്റെ ആഴത്തിലേക്ക് എറിഞ്ഞു കളയുന്ന മഹാദയുള്ള ദൈവം. അതെ, ഞാൻ തന്നെ നിന്റെ അതിക്രമങ്ങളെ മായ്ച്ചു കളയുന്നു. അതെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിൽ നിങ്ങളും ഞാനും വിശ്വസിച്ചപ്പോൾ നമ്മുടെ പാപത്തിന്റെ അതിക്രമങ്ങളെ, നാം പാപം ചെയ്തതിന്റെ തീവ്രതയെ, നമ്മുടെ അതിക്രമങ്ങളെ മുഴുവനായി സ്വർഗത്തിലെ ദൈവം മായ്ച്ചു കളഞ്ഞു. കർത്താവായ യേശു ക്രിസ്തു നിമിത്തം നമ്മുടെ പാപം മായ്ക്കപ്പെട്ടു. അതുകൊണ്ട് ഇന്ന് എത്ര ധൈര്യത്തോടെ കർത്താവിന്റെ സന്നിധിയിൽ വരുവാൻ കഴിയും? നീ അകൃത്യങ്ങളെ ഓർമ്മ വെച്ചാൽ ആര് നിലനിൽക്കും? അതെ, ദൈവത്തിന്റെ മുമ്പാകെ ആർക്ക് നിലനിൽക്കുവാൻ കഴിയും? എന്നാൽ ഞാൻ നിന്റെ അതിക്രമങ്ങളെ നീക്കും എന്ന് പറഞ്ഞ, നമ്മുടെ പാപങ്ങളെ എന്നേക്കുമായി ക്ഷമിക്കും എന്ന് പറഞ്ഞ സ്വർഗത്തിലെ ദൈവം അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിലൂടെ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ചു തന്നതുകൊണ്ട്, യേശു ക്രിസ്തുവിന്റെ രക്തം നമ്മുടെ സകല പാപങ്ങളെയും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നത് കൊണ്ട് നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ആ ദൈവത്തിന്റെ സന്നിധിയിൽ സ്തോത്രം ചെയ്യാം, ആരാധിക്കാം, അവനെ മഹത്വപ്പെടുത്താം. നമ്മുടെ അതിക്രമങ്ങളെ നമ്മളോട് ക്ഷമിച്ച, നമ്മുടെ പാപങ്ങളെ നമ്മളിൽ നിന്നും മായ്ച്ചു കളഞ്ഞ, നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം മുറിവേറ്റ്, നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം തകർന്നിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ നമ്മുടെ വിശ്വാസ കണ്ണുകൾ കൊണ്ട് കണ്ട് എൻ്റെ പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടി, എൻ്റെ അതിക്രമങ്ങൾക്ക് പരിഹാരത്തിനു വേണ്ടി, എൻ്റെ അകൃത്യങ്ങളുടെ പരിഹാരത്തിനു വേണ്ടി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ കർത്താവേ, ഞാൻ അങ്ങേ ആരാധിക്കുന്നു എന്ന് ആത്മാർത്ഥമായി പറഞ്ഞുകൊണ്ട് നമുക്ക് തേജോമയനായ ദൈവത്തിന്റെ സന്നിധിയിൽ നെടുമ്പാട് വീണ് അവനെ ആരാധിക്കാം. അവന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു വാക്ക് സ്തോത്രം ചെയ്യാം. തേജോമയനായ ദൈവമേ, സർവശക്തനായ ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അടിയങ്ങൾ അങ്ങേ വീണ് നമസ്കരിക്കുന്നു. സ്തുതി സ്തോത്ര യാഗങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ഞങ്ങളുടെ അതിക്രമങ്ങൾ ഞങ്ങളിൽ നിന്ന് നീക്കുവാനായി, ഞങ്ങളുടെ അകൃത്യങ്ങൾ ഞങ്ങളോട് പോക്കുവാനായി, ഞങ്ങളുടെ പാപങ്ങളെ ദൂരെ എറിഞ്ഞു കളയുവാനായി സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് വേണ്ടി ചിലവിട്ട തേജോമയനായ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിനായിട്ട് സ്തോത്രം. അവന്റെ രക്തത്താൽ ഞങ്ങളുടെ പാപങ്ങളെ കഴുകി ഞങ്ങളെ ശുദ്ധീകരിച്ച് ദൈവമക്കളാക്കി തീർത്ത ദൈവ സ്നേഹത്തിനായിട്ട് നന്ദി പറയുന്നു. എളിയവരാകുന്ന ഞങ്ങൾ സകല സ്തുതിയും സ്തോത്രവും ആരാധനയും പുകഴ്ചയും സർവ്വവല്ലഭനായ ദൈവത്തിന്റെ സന്നിധിയിൽ അർപ്പിക്കുന്നു. കൃപയുണ്ടായി ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തു മുഖാന്തരം സ്വീകരിക്കുമാറാകണമേ. ആമേൻ.